കറികൾക്കോ വറുത്തരയ്ക്കുന്നത് പോലെയല്ല. അനീഷ വിളിച്ച് അവൻ കാശേ ഒന്ന് തിരിച്ചു കൊടുക്കാവുന്നു, അതെന്തോ അത്യാവശ്യമാണ്. അതുപോലെ കൂട്ടുകാരന് വേണ്ടി മേടിച്ചതല്ലേ, അവനോട് വിളിച്ച് തരാൻ പറഞ്ഞ ഡേറ്റ് കഴിഞ്ഞില്ലേ? എടാ അനീഷ വിളിച്ചായിരുന്നു, അവൻ്റെ കാശ് ഇന്ന് തന്നെ ഒന്ന് കൊടുക്കാവുന്നു. നീ ഉണ്ടെങ്കിൽ ഒന്ന് സെൻഡ് ചെയ്തേക്കാം ഫോണിലേക്ക്. അതല്ല അവനെന്തോ അത്യാവശ്യം ഉണ്ടെന്ന്, അതുകൊണ്ടാണ് ഇന്ന് തന്നെ കൊടുക്കണമെന്ന്. പറയുന്നത് കേൾക്കാ പ്ലീസ്. വെക്കല്, ഫോൺ വെക്കല്. എന്താ കൂട്ടുകാരൻ പറ്റിച്ചോ? അവൻ്റെ ഇപ്പം കാശില്ല, അടുത്ത ആഴ്ച തരാമെന്ന്. എൻ്റെ കയ്യിലാണെങ്കിൽ ഇത്രയും പൈസ ഇപ്പം പെട്ടെന്ന് മറിക്കാനും ഇല്ല. ഇതിപ്പോ എന്നാ ചെയ്യാനേട്ടായി, ഒരു കാര്യം ചെയ്യ്, എൻ്റെ ഒരു വളയെടുത്തങ്ങ് പണയം വെച്ചിട്ട് പൈസ കൊടുക്ക്, ബാക്കി കാര്യം പിന്നെ നോക്കാം. അതെന്തായാലും വേണ്ട. അതിനിപ്പോ എന്നാ ഏട്ടായി കുഴപ്പം? എൻ്റെ അപ്പം എനിക്ക് സ്വർണം തന്നത് നമുക്ക് വേണ്ടി തന്നെയല്ലേ? അത് നമ്മുടെ സ്വർണ്ണമല്ല, നിന്റെ സ്വർണം. നിന്റെ അപ്പം വേർത്ത് നിനക്ക് വേണ്ടി ഉണ്ടാക്കിയ സ്വർണ്ണം. അതെടുക്കാൻ എനിക്ക് താല്പര്യമില്ല. ഞാൻ എന്തെങ്കിലും വഴി നോക്കിക്കോളാം. ചേട്ടാ, നീ ഒരു കാര്യം മനസ്സിലാക്കണം. നീ ഒരാളുടെ സങ്കടം കേട്ട് കാശ് കടം കൊടുത്താൽ നിന്റെ 1000 സങ്കടം കേട്ടാൽ ആ കാശ് തിരിച്ചു കിട്ടാൻ പോണില്ല. ഇത് ശരിയായിരിക്കാം, പക്ഷെ ഞാൻ ചിന്തിക്കുന്നത് അങ്ങനെയല്ല. നമ്മൾ സന്തോഷത്തോടെ ഒരാളെ സഹായിച്ചാൽ ആ പണം നമ്മളെ ചതിക്കത്തില്ല. അനീഷ. അയ്യോ, എന്നാ പറയും? എന്തായാലും ഫോൺ എടുക്കും, കാര്യം പറ. എടാ അനീഷേ. ഓക്കെ ശരി. ഓക്കെ. എന്താ പറഞ്ഞേ? കാശ് വേണ്ട, വേറെ സെറ്റായിരുന്നു. നമ്മുടെ പൈസ ടൈം പോലെ തന്നാൽ മതിയായിരുന്നു.